നീ മിണ്ടരുത്, നിങ്ങൾ കള്ളക്കൂട്ടങ്ങളാ, നിങ്ങൾ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ മെഴുകാൻ നോക്കിയതാ. അവതാരിക നല്ല എന്താ പറയുക, നല്ല വീട്ടിൽ പിറന്നതായതുകൊണ്ട് അവതാരിക ഡാ പോടാന്നൊന്നും വിളിച്ചില്ല. നീയെന്ന് വിളിച്ചപ്പോഴും അവതാരിക നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്തൊരു തെറ്റല്ലേ, ആ കത്തിൽ ആത്മഹത്യക്കുറിപ്പിൽ ഇങ്ങനെ വന്നു എന്നൊക്കെ പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നല്ല രീതിയിൽ കുരുപൊട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെ കിടന്ന് രോഷം കൊള്ളുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കൈരളി ചാനലിൽ അവതാരകം പറയുന്നുണ്ട്, അമ്മായിയപ്പൻ്റെ ഈ പറയുന്ന കുത്തകയിൽ നിന്നുണ്ടാക്കിയ ചാനലല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാനലല്ല, ഈ ആസനം താങ്ങുന്ന ചാനലല്ല, പണപ്പിരിവ് കൊണ്ട് നടത്തിയ ചാനലല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജനം ടി വിക്കുള്ളൊരു മറുപടിയാണ്, അല്ലെങ്കിൽ വനം ടി വിക്ക് കിട്ടിയ പണിയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ താങ്ങുന്ന ആളുകൾ കാണും. അവരെ മാത്രം പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പലതും ചെയ്യുന്നുണ്ടാവും, പറയുന്നുണ്ടാവാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ രാജ്യദ്രോഹിയും മറ്റേ LTT വിഭാഗത്തിൽ പെട്ടവനാക്കാനായിട്ട് നടക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, നിങ്ങൾ എന്ത് തരം വർഗീയതയാണ് അല്ലെങ്കിൽ എന്ത് തരം ഒരു സംഭാവനയാണ് കേരളത്തിൽ നൽകാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നതെന്നുള്ളത്. ജാതീയതയും മതസ്പർദ്ധയും കൈക്കൂട്ടാക്കി അല്ലെങ്കിൽ കൈമുതലാക്കിയ ഒരു കൂട്ടം ജനതയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളതെന്ന് ഞാൻ പറഞ്ഞ